വേനലവധി സ്കൂളിൽ പോവേണ്ട. പുസ്തകങ്ങളിൽ മാത്രം കണ്ടു ശീലിച്ച കാടിനെയും കാട്ടരുവിയെയും അടുത്തറിയാൻ വന്നതാണ് 4ാം ക്ലാസ്സുകാരി ട്രീസ. കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന കല്ലാറിലെ മീൻകുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഈ കുഞ്ഞു മനസ്സിന് കൗതുകം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. തണ്ണിത്തോടിലെ കുട്ടവഞ്ചി സവാരിയും കൂടി കണ്ടപ്പോൾ പിന്നെ ട്രീസയ്ക്ക് സന്തോഷമടക്കാനായില്ല. ട്രീസയെ പോലെ വേനലവധി ആഘോഷിക്കാൻ നിരവധി കുട്ടികളാണ് കുട്ടവഞ്ചി സവാരിക്കെത്തിയത്. കല്ലാറിനെയും കാറ്റിനെയും കാടിന്റെ ഗന്ധത്തെയും മറിഞ്ഞ് ഓളപ്പരപ്പിലൂടെയുള്ള ഒരു തെന്നി നീങ്ങൽ. പുതുതലമുറയിലെ പലർക്കും ഇതാദ്യത്തെ അനുഭവം. സഫാരി നല്ലതായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവർക്കും വരാനും സേഫായിട്ട് പോകാനും പറ്റിയത് തന്നെയാണ്. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ട് കണ്ണിൽ. മാതൃനാടിന്റെ മണമറിയാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ കൊച്ചുകുട്ടികൾക്കും സവാരി ഇനിയും നടത്തണമെന്ന വാശി. മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം. ഇത് ഒരു ചാൻസ് ഫൈൻഡിങ് ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പീസ്ഫുൾ ആയ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ അധികം പിള്ളേരും എൻജോയ് ചെയ്തു. എസ്പെഷ്യലി Did you like it, Fiona? Yes. Is it beautiful? Yes. വേനലവധിയായതോടെ കുട്ടവഞ്ചി സവാരിക്കായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അല്പം സാഹസികത, കൂടുതൽ വിനോദവും. വേനലവധി ആഘോഷിക്കാനെത്തിയവർക്ക് കാടിന്റെയും നാടിന്റെയും കൂടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കുട്ടവഞ്ചി സവാരി. ക്യാമറാമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.